ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബയോബെൻഡേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ PYQ വിത്ത് കണക്റ്റിംഗ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് പോലെ തുടങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ്. അതായത് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റിംഗ് ഫാക്ട്സും ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പല കാര്യങ്ങളും അതിനോടൊപ്പം പഠിച്ച് പോകും. അപ്പോൾ സയൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു വസ്തു ദ്രവ്യത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് എന്തായിരിക്കും? ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കുറവായിരിക്കും, കൂടുതലായിരിക്കും, തുല്യമായിരിക്കും, ഇവയൊന്നുമല്ല. ഇത് കുറേ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കുറേ PYQലുണ്ട്, കുറേ ക്ലാസ്സസിൽ നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും. എന്താണ്, ഒരു വസ്തു നമ്മൾ മുങ്ങിയിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ദ്രവം, ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വോളിയത്തിന് എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് പറയുന്നത്. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തുല്യമായിരിക്കും. സോ ഇത് ഏത് നിയമമായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതെന്ന് നോക്കാം. ഇതാ ഉത്തരം കാണുന്നുണ്ടല്ലോ അല്ലേ? തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിന് മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. സോ ഈ ഒരു ബലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പ്ലവക്ഷമ ബലം. നോക്കിക്കേ, അതിൻ്റെ ഡെഫിനേഷനാണ്: ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിന് മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കപ്പൽ ഉണ്ടെന്ന് വയ്ക്കുക, ആ കപ്പലിൻ്റെ താഴെ വസ്തുവിന് മുകളിലേക്ക് ഒരു ബലം കൊടുക്കും അല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? പ്ലവക്ഷമ ബലം. വാതകങ്ങളും ദ്രാവകങ്ങളും പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്? ദ്രവങ്ങൾ എന്ന ടേമിലാണ് അറിയുന്നത്. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണക്കാക്കാൻ വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തിയാൽ മതി അല്ലേ? ഒരു വസ്തു എന്താണ് ലിക്വിഡിലാണ് ഇരിക്കുന്നത് എങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ആ ഒരു ബലം, ആ ബലം എന്ത് ചെയ്താൽ മതി? ആ വസ്തുവിന് ദ്രവത്തിലേക്ക് ആകും തോറും ഭാരം കുറയാണ് ചെയ്യുന്നത് അല്ലേ? ആ ഭാരക്കുറവ് കണ്ടെത്തിയാൽ മതിയാവും. ഇങ്ങനെയാണ് പ്ലവക്ഷമ ബലം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ ജലത്തിനുള്ളിൽ ഉയർത്തുമ്പോൾ വായുവിൽ ഉയർത്തുന്നതിനേക്കാൾ ഭാരം കുറയുന്നതായി അനുഭവപ്പെടുന്നു. ഓക്കെ, അതൊരു അടുത്തൊരു പോയിന്റാണ് അല്ലേ? ഒരു വസ്തു മുങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ജലത്തിനുള്ളിൽ ഉയർത്തുമ്പോൾ ആ വായു ഉയർത്തുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നു അല്ലേ? നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു വെയിറ്റുള്ള സാധനം വെക്കുമ്പോൾ നമുക്ക് അത്ര വെയിറ്റ് ആയിട്ട് തോന്നില്ല, ഭയങ്കര വെയിറ്റ് കുറവായിരിക്കും, ഭാരക്കുറവായിരിക്കും. ഓക്കെ, ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന 2 ഫലങ്ങളാണ് വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരം, വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന ഭാരം. എന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ കാണിക്കാം. അതായത് ഇപ്പോൾ ഒരു കപ്പലുണ്ട് എന്ന് വെക്കുക. ഒരു കപ്പൽ, ഇവിടെ നമുക്ക് അറിയാം എന്താണ്, വെള്ളം ഉണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഇവിടെ ഒരു കപ്പലുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കപ്പലിൻ്റെ താഴേക്കും മേലെന്നും ഒരു വെയിറ്റ്, എന്താ പറയുക, ഒരു ബലം അനുഭവപ്പെടും. അതുപോലെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും കപ്പലിൻ്റെ അതായത് ഒരു കപ്പലുണ്ട്. അപ്പോൾ നമ്മളൊരു കപ്പൽ തൽക്കാലം വരച്ചു. ഇങ്ങനെ വെള്ളമുണ്ട്. അപ്പോൾ ഈ കപ്പലിൻ്റെ മുകളിലേക്കും ഒരു ബലം ഉണ്ടാവും, താഴെന്നും ഒരു ബലം ഉണ്ടാകും. അതാണ് നമ്മൾ ഈ പറയുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2 ബലങ്ങളാണ് ഒരു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന് 2 ബലങ്ങളാണുള്ളത്. ഒന്ന് താഴേക്ക് അനുഭവപ്പെടുന്ന ഒരു ഭാരവും മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവും. ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തു പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത് എവിടേക്കാണ്? മുകളിലേക്കാണ്. ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത് എവിടേക്കാണ് ചോദിച്ചാൽ മുകളിലേക്കാണ്. ഹൈഡ്രജൻ നിറച്ച, ഇനി കുറേ എക്സാമ്പിൾസ് ആണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നതിനുള്ള കാരണം എന്തുകൊണ്ടാണ്? പ്ലവക്ഷമ ബലമാണ്. കാരണം എന്താണ്? നമുക്കറിയാം, ഭാരം എവിടേക്കാണ് തള്ളുന്നത്? ഭാരം മുകളിലേക്കാണ്. കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിനുള്ള കാരണമായ ദ്രവബലം പ്ലവക്ഷമ ബലം. കാരണം കപ്പലിനും എവിടേക്കാണ് ബലം കൊടുക്കുന്നത്? മുകളിലേക്കാണ്. അടുത്ത പോയിന്റ്,
പ്ലവക്ഷമ ബലം ദ്രവത്തിൽ ഇരിക്കുന്ന വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കൂടുതലായാൽ വസ്തു ദ്രാവകത്തിൽ പൊങ്ങിക്കിടക്കും. അല്ലേ? പ്ലവക്ഷമ ബലം നമുക്കറിയാം, പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് മുകളിലേക്കാണ് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കൂടുതൽ പ്ലവക്ഷമ ബലം എന്താണ്, ആ വസ്തുവിൻ്റെ ഭാരത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? പൊങ്ങി കിടക്കും. ആ ദ്രാവകത്തിൽ എന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. പ്ലവക്ഷമ ബലം ദ്രവത്തിലിരിക്കുന്ന വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കുറവായാൽ വസ്തു ദ്രവത്തിൽ എന്ത് ചെയ്യുന്നു? താഴ്ന്നു പോകും അല്ലേ. അത് നമ്മൾ ആ കണക്ട് ചെയ്യണത് പഠിച്ചാൽ മതിയാവും. പ്ലവന തത്വം. എന്താണ് പ്ലവന തത്വം? ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റിംഗ് ഫാക്ട്സ് ആണ്. ഓക്കെ. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് അല്ലേ. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിനും തുല്യമായിരിക്കും. എന്തൊക്കെയായിരുന്നു? ഭാരവും ആദേശം ചെയ്യുന്ന വസ്തുവിൻ്റെ ഭാരവും ആദേശം ചെയ്യുന്ന ഭാരവും തുല്യമായിരിക്കും. അതുപോലെ ആ വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തവും വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ദ്രാവകത്തിൻ്റെ സാന്ദ്രത, ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് അല്ലെ. ഡെൻസിറ്റിയും വസ്തുവിൻ്റെ വ്യാപ്തവും. എന്താണ്? വസ്തു ഒരു ഒബ്ജക്റ്റിൻ്റെ വോളിയവും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ്? ഒന്ന് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ആൻഡ് രണ്ട് വോളിയം. ഏതൊക്കെയാണ്? വോളിയം ഓഫ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ആൻ ലിക്വിഡ്. അപ്പോൾ മനസ്സിലായില്ലേ? ഓഫ് എ ലിക്വിഡ്. അപ്പോൾ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും വസ്തുവിൻ്റെ വ്യാപ്തവുമാണ് എന്താണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി ഡെൻസിറ്റികൾ നോക്കിക്കുക. ഇതൊക്കെ ഇടയിലിടയിൽ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ശരിയാവും. ജലം 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഡെൻസിറ്റി. മണ്ണെണ്ണ 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഉപ്പുവെള്ളം 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഏകദേശ അളവുകളാണ് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതിനാണ് ഡെൻസിറ്റി കൂടുതൽ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഉപ്പുവെള്ളമാണ് ഡെൻസിറ്റി കൂടുതൽ. നോക്കി എത്രയാണ്? 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഏതിനാണ്? ഉപ്പുവെള്ളത്തിന്. ഏറ്റവും കുറവ് ചോദിച്ചാൽ അത് മണ്ണെണ്ണയ്ക്ക്. മനസ്സിലായില്ലേ? ഓക്കെ. സാന്ദ്രത കൂടുതലുള്ള വസ്തുക്കൾക്ക് പ്ലവക്ഷമ ബലം കൂടുതലായിരിക്കും. വ്യാപ്തം കൂടുമ്പോൾ പ്ലവക്ഷമ ബലവും കൂടും അല്ലേ. വോളിയം കൂടുന്തോറും പ്ലവക്ഷമ ബലം കൂടുകയാണ് ചെയ്യുന്നത്. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതിനെയാണ് നമ്മൾ ആർക്കിമിഡീസ് തത്വം, അതായത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സംഭവം. മനസ്സിലായോ? അപ്പം ഏകദേശം ആ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ആർക്കിമിഡീസ് തത്വം, പ്ലവക്ഷമ ബലം ഒക്കെ ഇതിൽ പറഞ്ഞു.